അപ്പോൾ നമ്മൾ EV-യിൽ ഒരു സോളോ യാത്ര നടത്താൻ പോകട്ടോ ഊട്ടിക്ക്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ഈ ടിയാഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഓപ്ഷനാണ്. XT-MR എന്നുള്ള ഓപ്ഷനാണ്. കമ്പനി 230 കിലോമീറ്ററൊക്കെ പറയുന്നുണ്ട്. ഇതൊരു കൊല്ലം ആയ വണ്ടി കേട്ടോ, നമ്മൾ ബ്രദർ എടുത്ത വണ്ടിയാണ്. എന്നാലും ഞാൻ ഇതിൻ്റെ എങ്ങനെയൊക്കെ യാത്ര ചെയ്യാം, എവിടെയൊക്കെ ചാർജ് ചെയ്യണം, എത്ര കിലോമീറ്റർ പോകും, എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടത്, ഇതുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് നമ്മൾ യാത്ര നടത്തുകയാണ്. നമ്മൾ ജെമിനിയോട് ചോദിച്ചിട്ടോ ഇറങ്ങി യാത്ര ചെയ്തു. ജെമിനി പറയണത് ധൈര്യമായിട്ട് വിട്ടോ, ഇവിടെ വിട്ടാൽ കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, ഊട്ടിയിലൊക്കെ നിരവധി ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് ജെമിനി പറയുന്നുണ്ട്. ജെമിനി പറ്റിക്കുമല്ലോ അറിയില്ല. എന്തായാലും നമുക്ക് പോണ പോക്കിൽ കാണാൻ കാഴ്ചകൾ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ എല്ലാ വിശേഷങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു CG's വേൾഡ്. അപ്പോൾ നമ്മളിത് കാറിൽ നമ്മളെ ചാർജിങ് സ്റ്റേഷൻ്റെ, അതായത് ഊട്ടി റോട്ടിലുള്ള ചാർജിങ് സ്റ്റേഷൻ്റെ മാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമുക്ക് ഇത് 100% ഉണ്ട്. ഒറ്റപ്പാലത്ത് യാത്ര തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ സമയം 9:20, 9:15. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ബാക്കി വിവരങ്ങളെല്ലാം ഓൺ ദ വേ കാണാം. നമുക്ക് 175 കിലോമീറ്റർ കേട്ടോ ഒറ്റപ്പാലത്ത് നിന്ന് ഊട്ടിയിലേക്ക്. അതിലിപ്പം 33 കിലോമീറ്റർ ഓടി. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ബിഗ് ബസാറിൻ്റെ അടിത്താഴെയാണ്. ഒരു ചെറിയ മൊബൈൽ ഹോൾഡർ വാങ്ങിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ 81% ബാക്കിയുണ്ട്. ഇപ്പോൾ 2% നമ്മൾ ഒറ്റപ്പാലം ടൗണിലൊന്ന് കറങ്ങിയായിരുന്നു, അതുകൊണ്ട് പോയതായിരിക്കും. എന്തായാലും 81% വെച്ചിട്ടുള്ള യാത്രയാണ്. എവിടെയൊക്കെ എത്തുമ്പോൾ എത്ര ചാർജ് തീരുന്നതുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഊട്ടി വരയ്ക്കും ഉള്ള വീഡിയോ ആണ്. ഓക്കെ, സ്റ്റൈലായിട്ട് നമ്മൾ വിജയുടെ നാട്ടിലേക്ക് പോകല്ലേ. വിജയുടെ നാട്ടിലേക്ക് പോകുമ്പോൾ സ്റ്റൈലായിട്ട് പോകണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഡ്രൈവിലിടുന്നു, മൂവിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാലക്കാട് ബിഗ് ബസാറിൽ നിന്നും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 81% ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് ടൗൺ വിട്ടു, ഹൈവേയിൽ ഇപ്പോൾ 78%. അപ്പോൾ ഇനി കോയമ്പത്തൂരൊക്കെ എത്തുമ്പോഴേക്ക് എത്ര ശതമാനം ആവും എന്നുള്ള ഒന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം, അപ്പോൾ അറിയാലോ എത്ര ശതമാനം, എവിടെ ചാർജ് ചെയ്യണം. മേട്ടുപ്പാളയത്തുണ്ട്. മേട്ടുപ്പാളയത്ത് ഒരു 1, 2, 3 ചാർജ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അവിടുന്ന് എന്തായാലും ചാർജ് ചെയ്യണം ചുരം കയറുന്നതിന് മുന്നേ ആയിട്ട്. പിന്നെ ചുരം കയറി കഴിഞ്ഞ് കുന്നൂരെത്തുന്നതിന് മുന്നേ കാണിക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. എങ്ങനെ 11:30 മണിയായി. നമ്മൾ പാലക്കാട് കുറച്ച് സമയം പോയി നമ്മൾ ഈ മൊബൈലിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നേരെ ഇനി നമ്മൾ കോയമ്പത്തൂർ. അവസാനം നമ്മൾ അങ്ങനെ കോയമ്പത്തൂർ മേട്ടുപ്പാളയം റോഡിൽ കയറി കേട്ടോ. കോയമ്പത്തൂർ ടൗണിലെത്തിയപ്പോൾ അവിടെ ആ ഉക്കടം ആ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കും, പിന്നെ ഈ വഴിയും തെറ്റി വരുന്ന വഴിക്ക് അങ്ങനെ ഒരു 5 കിലോമീറ്റർ കറങ്ങി ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മളെ കാൽക്കുലേഷനൊക്കെ തെറ്റി, കുറേ ചാർജ് പോയി. അപ്പോൾ നമ്മളിവിടെ മേട്ടുപ്പാളയം റോട്ടിൽ വന്നൊരു ചാർജ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുക കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ അവിടെ സ്നാക്സൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ചാർജിലിട്ടിരിക്കുകയാണ്. നമ്മൾ മേട്ടുപ്പാളയത്തു നിന്നാണ് ചാർജ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ 40% അടുത്തെത്തിയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയാം, എന്നാൽ പിന്നെ ഏതായാലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, അപ്പം എന്നാൽ ചാർജ് ചെയ്യാമെന്ന് വെച്ചിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ അതിന് ചാർജ് ചെയ്തിട്ട് ഇനി മേട്ടുപ്പാളയം പോയിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്ന് ടോപ്പപ്പ് ചെയ്യാം. ടോപ്പപ്പ് ചെയ്തിട്ട് നേരെ ചുരം കയറാം. അപ്പോൾ ഇവിടെ നല്ല സൗകര്യമുണ്ട്. ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ ഉളുന്തുവട എല്ലാം ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തെ അവിടെ നല്ല അടിപൊളി ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ശ്രീ സൂര്യ. അപ്പം ഞാൻ അങ്ങനെ ലഞ്ച് കഴിക്കേണ്ട വെച്ചിട്ടാണ്. ഇപ്പോൾ തൽക്കാലം 2 ഉഴുന്നുവട കഴിച്ചു, ചായയും കുടിച്ചപ്പോൾ വയറ് നിറഞ്ഞു. പിന്നെ കഴിക്കാൻ വെച്ചു. അപ്പം ഇനി ചാർജായിട്ട് നേരെ മേട്ടുപ്പാളയം പോയിട്ട് പറ്റിയ ടോപ്പപ്പ് ചെയ്യണം. ചുരം കയറണ്ടല്ലേ, എന്താ സ്ഥിതി അറിയില്ല നമുക്ക്, എത്ര ശതമാനം പോകുന്നു.
ഇവിടെ ആയിട്ട് നമ്മളെ ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സീമെൻസിൻ്റെ. ഇതിപ്പോൾ പുതിയ നമ്മളൊരു ആപ്പ് കയറ്റി. നമ്മൾ ഫസ്റ്റ് വന്നു പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ ഉണ്ടല്ലേ വാട്ട് മാക്സ് എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് അതിൽ പൈസ കയറ്റിയിട്ട് നമ്മൾ ഈ ഗണ്ണ് കുത്തിയിട്ട് അതിൽ സ്കാൻ ചെയ്യുക, എന്നിട്ട് ചാർജ് കൊടുക്കുക, കണക്റ്റ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. കറണ്ടിലൊന്നല്ല ഓടുന്നത്, കണ്ട കംപ്ലീറ്റ് സോളാർ വെച്ചിട്ട് ചെയ്തിരിക്കുക. ഇതിൻ്റെ മുതലാളിക്ക് ഒരു പൈസ ചിലവില്ല, കിട്ടുന്ന മുഴുവൻ ലാഭം. ഇതൊന്ന് ഈ സ്ഥലത്തിൻ്റെ ഉടമേനായിരിക്കും. കംപ്ലീറ്റ് സോളാറാണ്. അപ്പോൾ ഇനി ഒരു 10-20 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഇതേപോലെ EV ആയിട്ട് ഊട്ടിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മേട്ടുപ്പാളയം റോഡിൽ വന്നു കഴിഞ്ഞാൽ, മേട്ടുപ്പാളയം റോഡ് ഒരു 10 കിലോമീറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം പോലെ ഈ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ചാർജ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മേട്ടുപ്പാളയത്തു നിന്നൊരു ടോപ്പപ്പ് കൂടി ചെയ്യാം. ഇപ്പോൾ ഈ ടിയാഗൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നും ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ മേട്ടുപ്പാളയം എത്തും. ഞാൻ ഡൗട്ട് വെച്ചിട്ട് എന്താ പറയുക, ഈ ബ്ലോക്ക് കുടുങ്ങുമ്പോഴേ നമുക്കറിയില്ലല്ലോ ഇത് എത്ര സമയം ബ്ലോക്ക് കുടുങ്ങും. അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചാർജ് ഫുള്ളാക്കിയിട്ട് നമ്മൾ മേട്ടുപ്പാളയം പോയിട്ട് ഒന്ന് ടോപ്പപ്പ് ഒരു ചായ കുടിക്കുന്ന സമയം അവിടെ ചായ അത് കുത്തിയിട്ടിട്ട് ഒരു ചായ സ്നാക്സ് കഴിക്കുമ്പോഴേക്കും അത് ഫുള്ളാവും. എന്നിട്ട് നേരെ ഊട്ടി കയറുക. പിന്നെ ഊട്ടി കയറി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് ചാർജിങ് സ്റ്റേഷൻസൊക്കെ ഉണ്ട്. ആ ചുരം കയറുന്ന സമയത്തേ നമ്മൾ ഫുള്ളാക്കിയിട്ട് പോകുമായിരുന്നു നല്ലത്. നമ്മളിവിടെ ഒരു 35% ആയപ്പോഴാണ് എത്തിയത്. എന്നിട്ട് ഞാനൊരു 200 രൂപ കയറ്റിയിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ ഒരു 70% ആയി. അപ്പോഴേക്കും ആ 200 രൂപ തീർന്നു. ഞാൻ എന്നിട്ട് രണ്ടാമത് 200 രൂപ കയറ്റി. എന്നിട്ടിപ്പം ചാർജിൽ വീണ്ടും ഇട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോ വാട്ടിന് 23 രൂപയാണ് ഇവിടെ ചാർജ്. അപ്പോൾ ഈ ഓരോ ചാർജ് സ്റ്റേഷൻ്റെ വ്യത്യസ്ത ചാർജ് ആയിരിക്കും. ഇവിടെ 23 റുപ്യാണ്. ഇപ്പോൾ 74% ആയി. 100% ആക്കിയിട്ട് പോകാച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഒരു 35% ആയിട്ട് 70% ആവാൻ 200 രൂപ ഉണ്ട് വന്നു. അപ്പം ഇനി ഒരു 200-ൻ്റെ അടുത്ത് 400 റുപ്യോളം അടുത്ത് വരും. 300 സംതിങ് എന്തായാലും വരും. 350 സംതിങ് വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ അറിയാം ഇത്ര ബാക്കി നോക്കിയിട്ട്. ഇനി ഇപ്പോൾ 75% ആയി. വേഗം ചാർജ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഊട്ടിക്കൊക്കെ പോകാൻ വരികയാണെങ്കിൽ മേട്ടുപ്പാളയം കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇതേപോലെ ഈ നമ്മളെ വാട്ട് മാക്സിൻ്റെ ഇതിൽ വരികയാണെങ്കിൽ ഇവിടെ നല്ല വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യവും സോളാർ, ഇവിടെ നല്ല കോഫി, നല്ല വിസ്താരമായുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ. ഇവിടുന്ന് എന്തെങ്കിലും സ്നാക്സും ഇവിടെ ടീയൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ച് വിശ്രമിച്ച് റീചാർജ് ചെയ്തിട്ട് പോവാം. നല്ല വെയിൽ സമയത്താണെങ്കിൽ ഒന്ന് താഴെ ഒന്നും വെയിലൊന്നും അടിക്കില്ല. നല്ല സോളാറിൻ്റെ നല്ല തണലുണ്ട്. ഫുള്ള് സോളാറാണ് കണ്ടല്ലേ. അപ്പോൾ ഒരു 96% ആയിട്ടോ. നമ്മൾ ഇവിടുന്ന് വണ്ടി വിട്ടാണ് ഗായ്സ്. അപ്പോൾ മേട്ടുപ്പാളയത്തേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളത് ചാർജ് 87% ഉണ്ട്. അപ്പോൾ എന്തായാലും മേട്ടുപ്പാളയത്ത് നിന്ന് ഒന്ന് കുത്തി ഒന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് പോവാം. ചുരം കയറുകയല്ലേ, അവിടെ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഒരു ചായ കുടിക്കുന്ന സമയം അവിടെ ചാർജ് ചെയ്യാം. മൊത്തം ബ്ലോക്കാട്ടോ മേട്ടുപ്പാളയം ടൗണിൽ. നീണ്ട ബ്ലോക്കാണ്, വമ്പൻ ബ്ലോക്ക്. ഇതേ കാണുന്നു ബാക്കിൽ നമ്മളെ മല. ഗായ്സ്, മേട്ടുപ്പാളയം ടൗണിൽ അസാധ്യ ബ്ലോക്ക്, ബ്ലോക്കോട് ബ്ലോക്ക്. ടൗൺ കഴിഞ്ഞ് കിട്ടാൻ നല്ല പണിയാണ്. പണി എന്ന് പറഞ്ഞാലും പോരാ, അസാധ്യ ബ്ലോക്ക്. ഏകദേശം ബ്ലോക്ക് തീർന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മളൊരു 20 മിനിറ്റോളം മേട്ടുപ്പാളയം ടൗണിൽ പോയിട്ട് ഇപ്പോഴാണ് അതേ ഇവിടേക്ക് ഒന്ന് കടന്നത്. ഇവിടുന്ന് ഇനി 2 വഴിയുണ്ട്. ഒന്ന് കോത്തക്കേരി വഴി ഊട്ടി, ഒന്ന് നമ്മളെ കുന്നൂർ വഴി ഊട്ടി. അപ്പോൾ നമുക്ക് കുന്നൂർ വഴി ഊട്ടിയാണ് പോകേണ്ടത്. അതിന് മുമ്പ് നമുക്കൊന്ന് റീചാർജ് ടോപ്പപ്പ് ചെയ്യണം. ഇപ്പോൾ 81% ആയി. നമ്മളെ ബ്ലാക്ക് തണ്ടറിൻ്റെ അടുത്തുണ്ടല്ലോ, ബ്ലാക്ക് തണ്ടറിൻ്റെ അടുത്ത്
ഇഷ്ടം പോലെ EV ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എവിടെന്നെങ്കിലും നമുക്ക് ഒന്ന് കുത്തി ഒരു 20% കയറ്റിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് കയറാം മല. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ കയറാം. അല്ലെങ്കിൽ എത്തും. ഇപ്പം 170 കിലോമീറ്റർ പോകാനുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഊട്ടിക്ക് ആകെ 49 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പക്ഷേ നമുക്ക് ഇതാണ്ട് ഊട്ടി 49 കിലോമീറ്റർ. പക്ഷെ നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കണം. അപ്പോൾ നമുക്ക് റീചാർജ് ചെയ്തിട്ടാണ് പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഊട്ടി മലയുടെ താഴ്വാരത്ത് വീണ്ടും ഒരു ടോപ്പപ്പിന് കയറ്റിയിട്ടോ. 81% ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹൈഡ്ര എന്നിട്ടൊരു 30 വാട്ട്സിൻ്റെ ഒരു റീചാർജ് ഉണ്ട്. അതിലൊന്ന് കയറി ചാർജ് ചെയ്താണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം ഓൾറെഡി ഊട്ടിയിലെത്താനുള്ള ചാർജൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഹൈ റേഞ്ച് കയറുമ്പോൾ ഫുള്ളാക്കിയിട്ട് കയറുകയാണെങ്കിൽ ഒരു സമാധാനമല്ലേ. എന്തെങ്കിലും ബ്ലോക്കോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം, കാരണം ഈ ഇതങ്ങ് ഹിറ്റിൽ കയറുമ്പോൾ എത്ര ഈ വോൾട്ട് പെട്ടെന്ന് പോകുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു പരീക്ഷണത്തിനൊക്കെ ഉണ്ടാച്ചിട്ടൊന്ന് ഫുള്ളാക്കിയിട്ട് പോകാൻ വെച്ചു. അങ്ങനെ നമ്മളിവിടെ നമ്മൾ മേട്ടുപ്പാളയം നമ്മൾ ബ്ലാക്ക് തണ്ടറിൻ്റെ ഒക്കെ തൊട്ട് ഇവിടെ 2-3 സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ കണക്ട് ചെയ്തു. ഒരു 100 രൂപ കയറ്റി 100 രൂപയ്ക്കുള്ള ചാർജ് വെച്ചു. നിങ്ങൾ വരുമ്പോൾ നമ്മൾ മേട്ടുപ്പാളയം ടൗണൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ചുരം കയറാറിന് മുൻപായിട്ട് ബ്ലാക്ക് തണ്ടറിൻ്റെ ഒക്കെ അടുത്താട്ടോ നമ്മൾ റീചാർജ് ഉള്ളത്. മേട്ടുപ്പാളയം ടൗണിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് റീചാർജ് ചെയ്തിട്ട് ഒറ്റ കയറ്റം. ഗായ്സ്, നമ്മളെ ക്യാമറാമാൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു, ലൊക്കേഷൻ നോക്കിയിട്ട് പറഞ്ഞു. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ബമ്പ സെറ്റപ്പ് ഉണ്ട്. അടയാർ ആനന്ദ ഭവനിൻ്റെ അവിടെ അടിപൊളി റീചാർജ് സ്റ്റേഷൻസ്, ചിൽഡ്രൻസ് പാർക്ക്, അടിപൊളി സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ചായ കുടിക്കാനൊന്നും സൗകര്യമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു ബ്രീസ് കഫേ എന്നൊരു സംഭവം തുടങ്ങുന്നുണ്ട്, ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. കുറച്ചപ്പുറത്ത് വൻ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് എന്തായാലും നിർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി റീചാർജ് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ നിർത്തണ്ട, നേരെ അടയാർ ആനന്ദഭവൻ്റെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ 99% ആക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇനി ആ അടുത്ത റീചാർജിൻ്റെ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അവിടെ എല്ലാ സംഭവം ഉണ്ട്. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ നിർത്തിയാണ്, ഫുൾ കാണിച്ചു തരാം. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു EV ചാർജിങ് സ്റ്റേഷൻ സിയോൻ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഹോട്ടൽസിൻ്റെ അടുത്തുണ്ട് വേറെ. നമുക്കൊരു അബദ്ധം പറ്റിയിട്ടോ. നമ്മളൊരു കാട്ടുമുക്കിൽ പോയിട്ട് റീചാർജ് ചെയ്തു. ഇതുണ്ടല്ലേ സെറ്റപ്പ് 120 കിലോ വാട്ട് വരെയുള്ള ഇതുണ്ട് സംഭവം. അടിപൊളി സെറ്റപ്പ്. ആര്യഭവൻ, അതുപോലെ അങ്ങനത്തെ എല്ലാവിധ ഫുഡ് സെൻറ്ററും ഒക്കെ ഉള്ള ഒരു സ്ഥലം. ഇവിടെ അടിപൊളി റീചാർജ് സ്റ്റേഷൻ ഉണ്ട്. നല്ല പാർക്കിംഗ്. ഇവിടുന്ന് റീചാർജ് അങ്ങോട്ട് ചെയ്തിട്ടാണ്ട് വിട്ടാൽ മതി. നമ്മൾക്ക് അത് അറിയില്ലായിരുന്നു ഈ സ്ഥലം. അതുകൊണ്ട് നമ്മൾ ആ കാട്ടുമുക്ക് തന്നെ ചെയ്ത് കേട്ടോ. അവിടെ KFC ഉണ്ട്, KFC അല്ല, മെക്ഡൊണാൾഡ്സ്. അപ്പോൾ നമ്മൾ ചുരം കയറുകയാണ് ഗായ്സ്. നമ്മൾ പെട്ടു ഗായ്സ്. പാസ് എടുക്കാൻ മറന്നിട്ടാണ് വന്നത്. ഇവിടെ പാസ്സൊക്കെ വേണം. അവസാനം നമ്മളെ ക്യാമറമാനെ ഉടനെ വിളിച്ചു. ക്യാമറമാൻ അപ്പം തന്നെ പാസ് എടുത്തിട്ട് വിട്ടു. അവിടെ കൊണ്ടുപോയി കാണിച്ചു. 30 രൂപ അടച്ചു. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ പാസ് എടുത്തിട്ട് വേണം വരാൻ. നമ്മളതൊന്നും ഓർമ്മയില്ലല്ലോ. നമുക്ക് പണ്ട് ഊട്ടിക്ക് വരുമ്പോൾ പാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പാസ്സൊക്കെ വേണം. അപ്പോൾ നമ്മളിത് പാസ്സൊക്കെ എടുത്ത് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇനി 64%. ഇനി ഒരു 10-25 കിലോമീറ്റർ കൂടി ഉണ്ട് ഊട്ടിക്ക്. അപ്പോൾ ചങ്കിടിപ്പ് ഉണ്ട്. നമുക്കൊന്നും അറിയില്ലല്ലോ. ഇനി നട്ട് പോവോ ഇല്ലയെന്നും അറിയില്ല. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ നിർത്തിയ എന്താ വെച്ചാലേ, ഒരു ബസ്സുണ്ട് മുന്നിൽ. അതിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകും. അതിൻ്റെ പിന്നാലെ മാല പോലെ കുറേ വണ്ടികളും. അപ്പോൾ നമുക്ക് ഇത് ചാർജ് വളരെ പെട്ടെന്ന് പോകും അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നിർത്തിയതാണ്. ഒരു ചെറിയ ഗ്യാപ്പ്. നമുക്ക് ആ ഒരു സ്പീഡിൽ അങ്ങനെ പോയാൽ ചാർജ് കൂടുതൽ കിട്ടും. അപ്പോൾ അതൊന്ന് നിർത്തിയാണ് പോവാണ്. ഓക്കെ. അപ്പോൾ ഇനി കുന്നൂർ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ കുന്നൂരെത്തി ഗായ്സ്. നമ്മൾ കുന്നൂരെത്തിയിരിക്കുകയാണ്. നമ്മൾ ടെൻഷനൊക്കെ തീർന്നു. ഇനി കുന്നൂർ വേണമെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഊട്ടി പോയിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് 60% ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ ഊട്ടി പോയിട്ട് ചാർജ് ചെയ്യുള്ളൂ. ഇനി ഇവിടുന്ന് ഊട്ടിക്ക് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. 16 കിലോമീറ്റർ അങ്ങനേ ഉള്ളൂ. കാട്ടുപോത്ത് ഇങ്ങനെ റോഡിൽ വന്നിട്ട്
തിന്നത് കണ്ടിട്ട് നിങ്ങൾ കാട്ടുപോത്ത് എന്താ മോനെ അതിൻ്റെ സൈസ് നോക്കും. നമ്മളങ്ങനെ ഊട്ടി എത്തിയിട്ടോ. നമ്മൾ റൂം എടുക്കണത് ഇവിടെ നമുക്ക് 41% ചാർജ് ബാക്കിയുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ റൂമിലേക്ക് പോട്ടെ, എന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം, അത് കഴിഞ്ഞിട്ട് ഇറങ്ങണം പുറത്തേക്ക്. അങ്ങനെ നല്ല കുളിരൊക്കെ ഇത്, നല്ല തണുപ്പ് വരുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നാളെ രാവിലെ കാണാം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളെ സ്ഥലം മാറിപ്പോയി, റൂം മാറിപ്പോയി, അപ്പുറത്താണ് റൂം. ഇവിടെ കേട്ടോ നമ്മളെ റൂം. അതെ, ഓക്കെ. അപ്പോൾ ഇനി നാളെ രാവിലെ റീചാർജ് ചെയ്യുന്നിടത്ത് കാണാം. ഓക്കെ. രാവിലെ തണുപ്പത്തുള്ളൊരു കാപ്പി കുടി, നല്ല തണുപ്പ്. ഒരു ബസ് കയറി വരുന്നു. അപ്പൊ നമ്മള് ഇവിടുന്ന് ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് 41% ചാർജ് ഉണ്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കല്ലേ. അപ്പൊ ഇറങ്ങുമ്പോ വണ്ടി ചാർജ് ആയിക്കോളും. പിന്നെ മേട്ടുപ്പാളം പോയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. ഫുള്ള് ഇറക്കാണല്ലോ. നേരെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിടും. അപ്പോൾ നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ 41% ചാർജ് ഉണ്ട്. അപ്പോൾ ഇനി നേരെ തിരിച്ചു പോവാണ്. അപ്പം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുന്നൂരിൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ റീചാർജ് ആവുമല്ലോ ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാനായിട്ട് എത്ര ശതമാനം റീചാർജ് കയറുന്നുണ്ട്, 40% കൊണ്ട് തിരിച്ചിറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ റിസ്ക് എടുത്ത് പോവാണ്. ഓക്കെ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ നമ്മളിവിടെ ചാർജ് ചെയ്യുന്നില്ല, നേരെ പോവാണ്. 41% ചാർജ് ഉണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് നേരെ വിടാം കേട്ടോ. നമുക്ക് ചുരം ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ റീജനറേഷൻ ഇതിൻ്റെ ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ ശരിക്കും ആക്സിഡൻറ്റ് എന്നിട്ട് കാലെടുത്താൽ ബ്രേക്കായി. അപ്പോൾ സംഭവം റീചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുരമൊക്കെ ഇറങ്ങിട്ടോ. ചുരമൊക്കെ ഇറങ്ങി താഴെത്തി. ഇപ്പോൾ നമുക്ക് 55% ആയി. അതായത് 41% നമ്മൾ അവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് പോകുന്നത്. ഇപ്പോൾ 55% ഉണ്ട്. അപ്പോൾ ഏകദേശം 14% നമുക്ക് ചുരം ഇറങ്ങുമ്പോൾ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മേട്ടുപ്പാളയത്ത് നിന്ന് ചാർജ് ഈ അടിവാരത്ത് നിന്ന് മേട്ടുപ്പാളയത്ത് നിന്ന് ചാർജ് ചെയ്യുന്നില്ല, നേരെ കോയമ്പത്തൂർ. ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് കോയമ്പത്തൂർ എത്തിയിട്ടോ. നമ്മൾ ഇന്നലെ ചാർജ് ചെയ്ത അതേ സ്ഥലത്ത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 34% ഉണ്ട്. അപ്പോൾ ശരിക്ക് നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ഫുൾ ചാർജ് ചെയ്ത് വരികയാണെങ്കിൽ നേരെ മേട്ടുപ്പാളയത്ത് ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മേട്ടുപ്പാളയത്ത് ഫുള്ളാക്കുക, തിരിച്ച് വന്നിട്ട് മേട്ടുപ്പാളയം ഫുള്ളാക്കിയിട്ട് നേരെ ഒറ്റ ഒരു സ്ഥലത്ത് ചാർജ് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഒറ്റപ്പാലത്ത് വന്നിട്ട് ഇവിടെ ഒന്ന് ചാർജ് ചെയ്ത് മേട്ടുപ്പാളത്ത് ഒന്ന് ടോപ്പപ്പ് ചെയ്ത് പോവാം. രണ്ടും ചെയ്യാം, സേഫാണ്. ഞാൻ ഇന്നലെ ചുരം കയറുമ്പോൾ AC ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുരം കയറുമ്പോൾ ഇറങ്ങുമ്പോൾ AC ഓഫായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്ത് നിന്ന് കോയമ്പത്തൂർക്ക് എത്താൻ ഏകദേശം 20% ചിലവ് വന്നു. കാരണം അവിടെയൊക്കെ നിറയെ ബ്ലോക്ക് ഉണ്ട്. പ്രത്യേകിച്ച് മേട്ടുപ്പാളയം പാസ് ചെയ്യുകയാണെങ്കിൽ രാവിലെ 8:30 10:30 ഉള്ളിൽ പോകാതിരിക്കാം എല്ലാ ഭാഗത്തു കൂടെ. നല്ല ബ്ലോക്കായിരിക്കും. അതുപോലെ വൈകുന്നേരം 4:30 ശേഷം 7 മണി വരെ നല്ല തിരക്കാണ്. ആ സമയം ഒഴിവാക്കിയിട്ട് മേട്ടുപ്പാളയം പാസ് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒറ്റപ്പാലം എത്തിയിട്ട് നമുക്ക് മൊത്തം എത്ര രൂപയ്ക്ക് പുറത്തുനിന്ന് ചാർജ് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. അവസാനം നമ്മളെ വീട്ടിലെത്തിയിട്ടോ. എത്തിയപ്പോൾ 48% ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഓടിയത് 343 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്തത് 616 രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്തു. ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് റിമൈനിങ് ബാറ്ററി, അതായത് 48% നമ്മളെ ബാറ്ററി കയ്യിലുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇനി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആരും പേടിച്ച് മടിച്ച് നിൽക്കേണ്ട EV എടുക്കാൻ. ധൈര്യത്തിൽ EV എടുത്തോ. പ്ലാൻ ചെയ്ത് പോയാൽ മതി. കറക്റ്റായിട്ട് ഓരോ റൂട്ടിലും ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇതിൻ്റെ റീചാർജ് സ്റ്റേഷൻ എവിടേക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഒരൊറ്റ യാത്ര. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താൽക്കാലികമായി വിടാം.